അപ്പോൾ ഈ പൊതുവെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന അതായത് ജീവിത വിജയത്തിന് വേണ്ടിയിട്ട് അതായത് ബിസിനസ്സിൽ വിജയം നേടാൻ ഇങ്ങനെയൊക്കെ ഒരുപാട് അതിന് വരുന്ന മോട്ടിവേഷൻ ചെയ്യാൻ വരുന്ന ആളുകൾ ഇവർക്കൊക്കെ എങ്ങനെയാണ് ഇതെന്താണ് ഇതുകൊണ്ട് ഇതൊക്കെ സാധിക്കുന്ന കാര്യമാണോ? അങ്ങനെ ഒരാൾ പറഞ്ഞുകൊണ്ട് നമുക്ക് അതിനകത്ത് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമോ? എന്താണ് അതിനകത്ത്? കഴിയും. ഞാൻ ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി പറയണമെന്നുണ്ട്. അത് നമ്മൾ പൊതുവെ എല്ലാവരും പറഞ്ഞു കേൾക്കുന്നൊരു ടേം ഞാൻ പറയണം, അതായത് മാനിഫെസ്റ്റേഷൻ. അത് നമ്മൾ ഒരുപാട് കോച്ചുകളൊക്കെ ഉണ്ടല്ലോ മാനിഫെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അത് ഒന്ന് പ്രാക്ടീസൊക്കെ ചെയ്ത് അത് വർക്ക് ചെയ്യുന്നതൊക്കെ നോക്കി ടെസ്റ്റ് ചെയ്തിട്ട് ഈവൻ ഈ ബുക്കുകൾ എഴുതുന്നതും ഓതർ ആവുന്നതൊക്കെ ഞാൻ മാനിഫെസ്റ്റ് ചെയ്തൊരു കാര്യം കൂടിയാണ്. കാരണം ഞാനൊരു ടെക് ലൈഫിൽ അങ്ങനെ നോർമലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ എനിക്കൊരു ഈ കോച്ചിങ് ഫീൽഡിലേക്ക് വരണം, ഒരു ഓതർ ആവണം, ഒരു തോട്ട് ലീഡർ ആവണം, അങ്ങനെയുള്ളൊരു ഐഡിയകളൊക്കെ മനസ്സിലേക്ക് വന്നു. അവിടെയാണ് ഈ മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞൊരു നമുക്ക് ഇപ്പോൾ നമ്മൾ കാണാറുണ്ടാവും യൂട്യൂബിലും ഇതിലൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ടാവും മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ. നമ്മുടെ പോളോ കൊയ്ലോയുടെ നോവലിൽ പറയാറുണ്ട്, അതായത് നമുക്ക് തീവ്രമായിട്ടൊരു ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ യൂണിവേഴ്സ് നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് എല്ലാ കാര്യത്തിലും അങ്ങനെയാണ് ശരിക്കും. നമ്മൾ തീവ്രമായിട്ട് നമുക്കൊരാഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളെ യൂണിവേഴ്സ്, നമുക്ക് യൂണിവേഴ്സ് എന്ന് വിളിക്കാം, ഈശ്വരൻ എന്ന് വിളിക്കാം, എന്ത് പേരിലും വിളിക്കാം അതിനെ, അത് നമ്മൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും. നമ്മളറിയാതെ എല്ലാ ദിവസവും നമ്മൾ കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പം നമ്മൾ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കും, നമുക്കിപ്പോൾ ഒരു ബുദ്ധിമുട്ട്, നമ്മൾ കടത്തില്ലെന്ന് വിചാരിക്കാം. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതും കടമെന്ന് വിചാരിക്കുക. അപ്പം യൂണിവേഴ്സ് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു എനർജിയെ സംബന്ധിച്ചിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് അതാണെന്നാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഇമോഷൻ, അതായത് നമ്മൾ പറയുന്ന ലാംഗ്വേജ് അല്ല, നമ്മൾ എന്താണ് ഇമോഷൻ നമ്മൾ കൊണ്ടു കിടക്കുന്നത്, അതാണ് ആ ലാംഗ്വേജ്. നമ്മൾ എന്ത് ഇമോഷൻ എത്രത്തോളം കൂടുതൽ കൺസ്യൂം ചെയ്യുന്നോ അത്രത്തോളം അത് കൂടുതൽ വരാനുള്ള ഒരു സാധ്യതകൾ അവിടെയുണ്ട്. അത് നമുക്ക് ലൈഫ് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും, നമുക്ക് ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവും. ചിലത് നമുക്ക് ലോജിക്കലി പ്രൂവ് ചെയ്യാൻ പറ്റണമെന്നില്ല, പക്ഷേ നമുക്ക് എക്സ്പീരിയൻസിൽ നിന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ ഒരു വലിയൊരു ദുരന്തം വന്ന ഒരാളെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും അടിക്കടിയായി പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. യെസ്, അതെ. അപ്പോൾ അയാൾ ആദ്യം വരുന്ന ആ ഒരു പ്രശ്നത്തിൽ അയാൾ ആ ഒരു ഇമോഷൻ കൺസ്യൂം ചെയ്യാൻ തുടങ്ങും. അതിനെ ആലോചിച്ചിട്ട് അയാൾ ബുദ്ധിമുട്ടാൻ തുടങ്ങും, അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എന്താ സംഭവിക്കുമെന്ന് പറഞ്ഞാൽ അത്രത്തോളം അയാൾ ചിന്തിക്കുന്നോ അത്രത്തോളം ആ ചിന്ത കണ്ടിന്യൂ ചെയ്യാനായിട്ടുള്ള ഇൻസിഡൻസ് കൂടുതൽ വന്നുകൊണ്ടിരിക്കും ജീവിതത്തിൽ. അപ്പോൾ അതൊരു ലൂപ്പിൽ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അയാൾ എന്നാണോ അതിൽ നിന്ന് പുറത്ത് വരുന്നത് അതുവരെ അത് ലൂപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ആൾക്കാർ നമ്മളറിയാതെ നമ്മൾ പല പല ഇമോഷൻസും കൺസ്യൂം ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പം സക്സസ്ഫുൾ ആവണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ സക്സസ്ഫുള്ളായിട്ടിരിക്കുന്ന ഒരാളുടെ ഇമോഷൻ എന്താണോ അത് നമ്മൾ നിരന്തരമായിട്ട് നമ്മൾ കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് സക്സസ് ആവാനുള്ള സാധ്യതകൾ നമ്മൾ കാണാൻ തുടങ്ങും, നമ്മളിലേക്ക് വരാനും തുടങ്ങും. അങ്ങനെയാണ് ആ ഒരു, അതായത് നേച്ചർ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഈശ്വരൻ അല്ലെങ്കിൽ സറൗണ്ടിങ്സ് എന്തായാലും, ലോകം എന്തായാലും, പ്രപഞ്ചം എങ്ങനെയായാലും, അപ്പോൾ അതിനുള്ളൊരു കാര്യങ്ങൾ നമുക്ക് ചുറ്റും ഒരുക്കി കൂട്ടിക്കൊണ്ടേയിരിക്കും, വന്നുകൊണ്ടേയിരിക്കും. അത് നമ്മളത് പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നതെങ്കിൽ പോസിറ്റീവ് കാര്യങ്ങളുണ്ടാവും, പോസിറ്റീവ് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കും. അതെ.